ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണ ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെയധികം സജീവമായിക്കൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ആന്റണി ഗോർഡൻ, കരീം അഡയേമി തുടങ്ങിയ സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ ബാഴ്സയ്ക്ക് കഴിഞ്ഞിരുന്നു. കൂടാതെ ഒരു സ്ട്രൈക്കറെ അവർക്ക് വേണം. കൂടാതെ ഒരു സെന്റർ ബാക്കിന് വേണ്ടിയും അവർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും സൈനിങ്ങുകൾ ഒക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ വരുന്ന സീസണിലേക്കുള്ള ബാഴ്സലോണയുടെ ഒരു പൊട്ടൻഷ്യൽ 11 എങ്ങനെയാകും അതിപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു സാധ്യത 11 ആണ്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ജോയൻ ഗാർഷ്യ തന്നെയായിരിക്കും. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെന്റർ ബാക്ക് ആയിക്കൊണ്ട് പൗ കുബാർസി ഉണ്ടാകും. അദ്ദേഹത്തോടൊപ്പം നമുക്ക് ക്രിസ്ത്യൻ റൊമേറോയെ ഇവിടെ ഉൾപ്പെടുത്താം. കാരണം ക്രിസ്ത്യൻ റൊമേറോക്ക് വേണ്ടി ബാഴ്സ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. മറുഭാഗത്ത് ഇന്റർ മിലാനും ഉണ്ട്. റൊമേറോയെ സ്വന്തമാക്കാൻ ബാഴ്സക്ക് സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അത് കുബാസിക്ക് വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. അതുപോലെ തന്നെ വിങ് ബാക്കുമാരായിക്കൊണ്ട് ഹൂൾസ് കൂണ്ടെ, ജാവോ കാൻസലോ എന്നിവരെ നമുക്ക് പ്രതീക്ഷിക്കാം. ജാവോ കാൻസലോയെ സ്ഥിരമായി നിലനിർത്താനുള്ള ഒരുക്കത്തിലാണ് ബാഴ്സലോണ ഇപ്പോൾ ഉള്ളത്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പെഡ്രി, ഫ്രങ്കി ഡിയോങ് എന്നിവർ അവിടെയുണ്ട്. അടുത്ത സീസണിലേക്ക് ഇവരെ ഉപയോഗപ്പെടുത്താം. കൂടാതെ ഫിർമിൻ ലോപ്പസ് കൂടി വരികയാണ്. പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഈ താരം തിരിച്ചെത്തും. ഫിർമിൻ ലോപ്പസിനെ മധ്യനിരയിൽ കളിപ്പിക്കാം. മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വലത് വിങ്ങിൽ നമുക്ക് ലാമിൻ യമാലിനെ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഇടത് വിങ്ങിൽ ആന്റണി ഗോർഡൻ ഉണ്ടാകും. അതുപോലെ തന്നെ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ഹൂലിയൻ ആൽവരസിനെ കളിപ്പിക്കാം. ഹൂലിയൻ ആൽവരസിന്റെ സൈനിങ് പൂർത്തിയായിട്ടില്ല. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ബാഴ്സയുടെ ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. ഇതാണ് അടുത്ത സീസണിലേക്കുള്ള ബാഴ്സയുടെ ഒരു പൊട്ടൻഷ്യൽ 11 ആയിക്കൊണ്ട് വരുന്നത്. റാഫിഞ്ഞയെ പോലെയുള്ള താരങ്ങളും അവിടെയുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഏതൊക്കെ താരങ്ങളെ ബാഴ്സ ഇനി സ്വന്തമാക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.